കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, വളരെ കഷ്ടമാണ് അവളുടെ കഥ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. ചെറിയ 2-3 കൊച്ചുമക്കളുണ്ട്. ആ മക്കളെയും കൊണ്ട് പലപ്പോഴായി വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ നല്ല സൗഹൃദമായി, നല്ല ദൃഢമായ ബന്ധത്തോടെ, സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ചെറുപ്പക്കാരനായ ഭർത്താവ് മരണപ്പെട്ടു പോയി. അധ്യാപകനായിരുന്നു അദ്ദേഹം. തൻ്റെ മക്കളുമായി എപ്പോഴും നല്ല സ്നേഹത്തിലും വാത്സല്യത്തിലും ഇഷ്ടത്തിലും കഴിഞ്ഞുകൂടിയ ഒരു കുടുംബമായിരുന്നു. എപ്പോഴും ആ പിതാവിനെ ആലോചിച്ച്, ആ പിതാവിനെ വരുന്നത് കാത്തിരുന്ന, ആ പിതാവ് വന്നാൽ ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം കൊച്ചുമക്കൾ. ഈ കൊച്ചുമക്കളുടെ പിതാവാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ മക്കൾക്ക് എപ്പോഴെങ്കിലും അതുപോലെയുള്ള ഒരു പിതാവ് മറ്റൊരാളാകുമോ? ഒരു വലിയപ്പക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ, പിതാവിൻ്റെ സഹോദരനോ ആർക്കെങ്കിലും ഒരു പിതാവിനെ പോലെ ആ അർത്ഥത്തിൽ വാത്സല്യം കാണിക്കാൻ കഴിയുമോ? ഇതൊരു വല്ലാത്തൊരു അലട്ടുന്നൊരു വിഷയമാണ്. കരഞ്ഞ് കരഞ്ഞ് ആ സഹോദരിയുടെ മുഖം വീർത്തിരിക്കുന്നു, കണ്ണുകൾ വിങ്ങിയിരിക്കുന്നു. ഈ രീതിയിൽ കഴിയുന്ന, അവസരം കിട്ടുമ്പോഴൊക്കെ പലപ്പോഴും മുഖം പൊത്തി പലയിടത്തും ആരും കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, കരഞ്ഞു തീർക്കുന്ന ഒരു ജീവിതം. ഈ ജീവിതം മുന്നിൽ വെച്ചിട്ടാണ് സുഹൃത്ത് പറയുന്നത്, ആ സഹോദരിയുടെ കാര്യം കഷ്ടമാണ്. ഇത് പറയുമ്പോൾ നമുക്കും തോന്നും, ശരിയാണ്, വളരെ കഷ്ടം തന്നെ. എന്നാൽ ഇങ്ങനെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അവരുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഇല്ലേ? അവർക്ക് എന്തൊക്കെയാണ് രക്ഷപ്പെടാനുള്ള വഴി? ജീവിതം എന്നത് ചില ഉദ്യോഗങ്ങളാണ്, ചില പൊസിഷനുകളാണ്. ആ പൊസിഷനുകളെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി ആ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതം എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഉദാഹരണത്തിന് നമുക്ക് ഈ സഹോദരിയെ തന്നെ മുന്നിൽ വെച്ച് സംസാരിക്കാം. ഈ സഹോദരിയുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്. ഒന്ന്, ആ സ്നേഹ നിധിയായിരുന്ന ഭർത്താവിനെ ആലോചിച്ച് കഷ്ടപ്പെടുക. ഈ മക്കളുടെ ഭാവി ജീവിതത്തിൽ ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ, ഈ മക്കളുടെ പിതാവിൻ്റെ അസാന്നിധ്യം ആലോചിച്ച് വേദനിക്കുക. മറ്റൊന്ന്, ഈ ഉണ്ടായ അവസരം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയൊരു പോസിറ്റീവ് ഉണ്ട്. ഏത് പ്രതിസന്ധിയും ജീവിതത്തിൻ്റെ ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു സൗഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് പറയുക? ഒരു ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സന്തോഷപൂർവം ജീവിതത്തെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അതൊരു വലിയ പവറാണ്. തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ മക്കൾക്ക് താങ്ങാവുകയും തണലാവുകയും അവരെ വളർത്തി വലുതാക്കുകയും അവരെ സമുന്നതരാക്കുകയും ചെയ്യുക എന്നത്, അത് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ഭാര്യയെ അപേക്ഷിച്ച് അതിനേക്കാൾ എത്രയോ മേലെയാണ്, എത്രയോ വലിയ ഒരു സേവനമാണ്, ഒരു ദൗത്യമാണത്. അങ്ങനെ വളർത്തിയ ഒരു മക്കളുടെ മാതാവ് എന്ന പൊസിഷൻ അല്ലാത്ത ഒരു പൊസിഷനിലെ ഒരു മാതാവ് എന്നതിനേക്കാൾ എത്രയോ പവർഫുൾ ആയിട്ടുള്ള, എത്രയോ ധന്യമായ, എത്രയോ മൂല്യമുള്ള, എത്രയോ ഉന്നതമായ ഒരു പൊസിഷനാണത്. ആ പൊസിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ സൗഭാഗ്യത്തെ, ഈ അവസരത്തെ അംഗീകരിക്കുക. നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഭർത്താവിൻ്റെ പേരിൽ എപ്പോഴും ദുഃഖിച്ചിരുന്നതിൻ്റെ പേരിൽ നമുക്കൊന്നും വരാനില്ല, നേട്ടങ്ങളൊന്നും നേടാനില്ല. നമുക്ക് നേട്ടങ്ങൾ നേടാനില്ല, ഭർത്താവിന് നേട്ടങ്ങൾ നേടാനില്ല. അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയൊക്കെ കഴിയുമോ? കഴിയും എന്ന് പഠിപ്പിക്കാനാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമീപന രീതി നാം പഠിക്കുന്നത്. ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നാം ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് ഈ പദത്തിൻ്റെ അർത്ഥം? ഞാൻ ദുഃഖിക്കുന്നു എന്നാണോ? അല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാം മൊത്തത്തിൽ അള്ളാഹുവിന് ഉള്ളവനാണ്. അള്ളാഹു സൃഷ്ടിച്ചൊരു സൃഷ്ടാവിൻ്റെ വക്താവാണ്. ആ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് എല്ലാവരും മടങ്ങാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ആരും മടങ്ങി എന്നതിൽ കവിഞ്ഞ് ഇവിടെ പ്രത്യേകിച്ച് മാറ്ററുകളൊന്നും പറയാനില്ല. അതുകൊണ്ട് എൻ്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സർവ്വസൃഷ്ടികളെയും സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിലേക്ക് നോക്കുമ്പോൾ
ആ സൃഷ്ടാവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നടപടിയാണത്. ആ നടപടിയിൽ പരാതിപ്പെടാൻ നമുക്ക് ചാൻസ് ഒന്നുമില്ല, അതിൽ അർത്ഥവുമില്ല. ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പ് രീതിയിൽ നാം പരിഭവപ്പെടുന്നതിലോ പരാതിപ്പെടുന്നതിലോ പ്രത്യേകിച്ച് കാര്യങ്ങളോ അർത്ഥമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചിരിക്കുന്നു, ഈ പ്രപഞ്ചത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിൻ്റെ ആശയവിധാനം. അതാണ് ആ ആശയവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സന്നദ്ധതയെ മാനസികമായി ഒരുക്കിയെടുക്കുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു അഫർമേഷനാണ്. മനസ്സിനെ ഉറപ്പിച്ചെടുക്കുന്ന, ഒരു ശരിയിലേക്ക് മനസ്സിനെ തര്യപ്പെടുത്തുന്ന, മനുഷ്യനെ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഈ ഒരു വാചകത്തിന് അഫർമേഷൻ എന്ന് പറയാം. ഈ വാചകം പറഞ്ഞുകൊണ്ട് നാം തീരുമാനിക്കുന്നു, തൻ്റെ മനസ്സിനോട് പറയുക, ഞാൻ ഇപ്പോൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ മുന്നോട്ട് പോകും, രാവിലെയും വൈകുന്നേരവും ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിലും വയസ്സുകൾ വർദ്ധിക്കും. അങ്ങനെ വർഷങ്ങൾ വർദ്ധിച്ച് എൻ്റെ ജീവിതവും ഒരു നാൾ അസ്തമിക്കും. ആ അസ്തമിക്കുന്നത് വരെയുള്ള സമയം ഉള്ള അനുഗ്രഹങ്ങളിൽ സന്തോഷിച്ചിരിക്കുന്നു. ഈ സഹോദരി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. ഞാൻ ആലോചിച്ചു പോകാറുള്ള ഒരു സംഭവം എൻ്റെ കാഴ്ചക്കാരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാൻ വയനാട്ടിൽ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് ഒരാള് എന്നെ വന്ന് കണ്ടു. അദ്ദേഹം, ഞാനിങ്ങനെ ഒരു ടൗണിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ന ആളല്ലേ? അതെ. എങ്ങോട്ട് പോവാണ്? ഞാൻ പറഞ്ഞു, നാട്ടിലേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതാണ്, ഒരു ഭിഷഗ്വരൻ, ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. ചോദിച്ചു, എന്തേ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്? രോഗമാണോ? അല്ല, രോഗമല്ല, രോഗമൊക്കെ മാറി, ഒരു സന്തോഷത്തിന് പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാഹനത്തിലുള്ള ഒരു വിലപിടിപ്പുള്ള കുറെ വീട്ടുപകരണങ്ങൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടൽ അഥവാ ഗൃഹപ്രവേശം നടക്കുകയാണ് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഭാതത്തിൽ. ആ ദിവസത്തേക്ക് ഈ വീട്ടിലേക്ക് ആവശ്യമായ കുറെ ഉപകരണങ്ങൾ ഞാൻ എൻ്റെ മകനെ കൊണ്ട് വിദേശത്ത് നിന്ന് വരുത്തിച്ചതാണ്. വളരെ വിലപിടിപ്പുള്ള നിലവാരമുള്ള വസ്തുക്കൾ. ഇത് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് ആ ഗൃഹപ്രവേശ ദിവസം കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിന് ഒരു കുറച്ചിലാകുമോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് കൊണ്ടു കൊടുക്കുന്നത്. എന്താണ് അദ്ദേഹവും നിങ്ങളും തമ്മിലുള്ള ബന്ധം? വല്ല ഫാമിലി റിലേഷൻ, കുടുംബ ബന്ധമാണോ? അല്ല. പിന്നെ എന്താണ് അത്? എനിക്ക് ഒരു അസുഖം വന്നു, ശ്വാസം മുട്ടലിന്റെ അസുഖം. ഈ ശ്വാസം മുട്ട് മാറാൻ വേണ്ടി ഞാൻ ഒരുപാട് ചികിത്സിച്ചു, മാറിയില്ല. അങ്ങനെ പല ചികിത്സകളും കഴിഞ്ഞ് അവസാനം ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ആള്. ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടു, ചികിത്സകൾ ആരംഭിച്ചു. എനിക്ക് മാറി, നല്ല മാറ്റം കിട്ടി, നല്ല ആശ്വാസമുണ്ട്. അതിൻ്റെ സന്തോഷം, ആ സന്തോഷമായിട്ട് കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ ബന്ധം പുലർത്തുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, അദ്ദേഹം എന്താ ചെയ്തത്? മരുന്ന് കുറിച്ചു കൊടുത്തതാണ്. അതിന് അദ്ദേഹത്തിന് വേദന നൽകിയിട്ടുമുണ്ട് എന്ന്. എന്നിട്ടും ഇപ്പോൾ അദ്ദേഹത്തോട് ഇത്രമേൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? കണ്ണിൻ്റെ കാഴ്ച എന്ന അനുഗ്രഹത്തോടുള്ള നമ്മുടെ ഒരു സമീപന രീതിയാണത്. ഇവിടെ നാം ആലോചിച്ചു നോക്കൂ, ഈ സഹോദരിക്ക് ഇപ്പോൾ ഈ കാഴ്ച ഉണ്ടോ? ഉണ്ട്. ആ കാഴ്ചയോട് ഈ സഹോദരിക്ക് ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരു താങ്ക്സ്ഫുൾ ആയിട്ടുള്ള, നന്ദി പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്തുകൂടെ? അപ്പൊ ജീവിക്കാൻ എന്തുമാത്രം സന്തോഷങ്ങളുണ്ട്. ഇതൊന്നു മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. ഇങ്ങനെ നിരവധി കാരണങ്ങൾ സന്തോഷിക്കാൻ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള ഈ സന്തോഷിക്കാൻ മതിയായ കാരണങ്ങളെ മുന്നിൽ വെച്ച് സന്തോഷിക്കുകയും ജീവിതത്തിൽ ഇപ്പോൾ തനിക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഉന്നതയാകാനുള്ള അവസരത്തെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട്, ഒരു ഭർത്താവ് മരിച്ചിട്ട് ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ലൈഫ് ഏറ്റെടുക്കണമെന്ന് ചിന്തിക്കുന്നത് അത് അസാംഗത്യമാണ്, അത് ഒരു മോശമാണ്. അതേസമയം ഒരു ഭർത്താവിന് അങ്ങനെ ഒരു മരണം ഉണ്ടായപ്പോൾ ആ ഒരു ലൈഫിനെ ഏറ്റെടുക്കുകയും എന്നിട്ട് സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ധൈര്യപൂർവ്വം ഒരു ജീവിതത്തെ ഏറ്റെടുത്ത് ജീവിതത്തിന്റെ മൂല്യമറിഞ്ഞ് ജീവിതത്തിന്റെ വക്താവാവുക എന്ന് പറയാം. ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ, കാഴ്ചപ്പാടിൽ നിന്ന് പറയുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധന്യമായ ഒരു ജീവിതം തന്നു. അനുഗ്രഹങ്ങളുടെ ഒരു
വിശാലമായ ഒരു ലോകം തന്നെ, അനുഗ്രഹങ്ങളുടെ ഒരു സമുദ്രം തന്നെ, അനുഗ്രഹങ്ങളുടെ ഒരു മലകൾ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നു. ആ അനുഗ്രഹങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്ന ജീവിത അവസരങ്ങളെ, ജീവിതത്തിലെ ഓരോ പൊസിഷനുകളെ അംഗീകരിച്ച് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലാർഹമായ സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം എന്ന് പറയുന്നത് ക്ഷമ എന്ന് ആണ് അതിന് പറയുക. ഈ ക്ഷമക്കുള്ള പ്രതിഫലം അസ്വബ്റു ജസാഉഹു അൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ഈ ജീവിതത്തെ അംഗീകരിച്ച് അതിനെ മുന്നോട്ട് നയിക്കലാണ്. പകരം അതിൻ്റെ പേരിൽ എപ്പോഴും വേദനിച്ചും വിഷമിച്ചും ജീവിക്കുന്നത് അത് അത്ര ഭംഗിയല്ല. അതിന് ജസാ എന്ന് പറയാം. അക്ഷമ കാണിക്കുന്നതിന് പ്രതിഫലമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അംഗീകരിക്കുക, എന്നിട്ട് ജീവിതത്തെ സധൈര്യം ഏറ്റെടുക്കുക. തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വക്താവായി നാം മുന്നിൽ നിന്ന് നയിക്കുക. നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒരു ജീവിതം നൽകാനുള്ള ഒരു വലിയ സൗഭാഗ്യം നാം സ്വയം ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. ജീവിതം എന്നും അങ്ങനെ ജീവിക്കാവൂ. കാരണം ഈ പ്രപഞ്ചത്തിലെ കേന്ദ്ര ബിന്ദുവാണ്, കേന്ദ്ര സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പ്രപഞ്ചം വിലയിരുത്തുമ്പോൾ മനുഷ്യന് മനസ്സിലാകും. ആ മനുഷ്യൻ വിഷമിച്ച് ജീവിക്കേണ്ടവനല്ല, ദുഃഖിച്ച് ജീവിക്കേണ്ടവനല്ല, എപ്പോഴും പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടവനല്ല, മുഷിഞ്ഞ് ജീവിക്കേണ്ടതല്ല. ഇസ്ലാമിന്റെ സമീപനം എങ്ങനെയാണ്? ലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിച്ചും മുഷിഞ്ഞും ജീവിക്കരുത്. അൻതുമുൽ അഅലൗൻ, നിങ്ങൾക്കെന്നും ഒരു ഉന്നതരായി ജീവിക്കാൻ കഴിയും. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസം നിങ്ങളുടെ ഒരു കൈമുതലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉന്നതരായി എന്നും ജീവിക്കാം. ആരോഗ്യമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും, ഐശ്വര്യമുള്ളപ്പോഴും ദാരിദ്ര്യമുള്ളപ്പോഴും, പ്രശസ്തിയുള്ളപ്പോഴും അധോഗതിയുള്ളപ്പോഴും, എല്ലാ സമയത്തും നമുക്ക് നല്ല രീതിയിൽ ഉന്നതമായൊരു ജീവിത നിലവാരം വെച്ച് പുലർത്താം. നമുക്കും ഇങ്ങനെ ഒരു ജീവിതം സാധിക്കട്ടെ എന്നും ഇത്തരം അനേകം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമ്മുടെ ഒരു വാക്ക് ഉപകാരപ്പെട്ടാലോ? ഈ വാക്കുകൾ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിരവധി സുഹൃത്തുക്കളെ നമുക്കറിയാമായിരിക്കാം. അത്തരം സുഹൃത്തുക്കൾക്ക് ഈ സന്ദേശം നൽകുകയും ഇതിൻ്റെ പ്രചാരകരാവുകയും നമുക്ക് ചെയ്യാം, ഇൻഷാ അല്ലാഹ്.